ഫ്രാൻസിസ് മാർപ്പാപ്പ ദൈവപിതാവിന്റെ അടുക്കിലേക്ക് യാത്രയായിട്ട് ഏപ്രിൽ 21 ഒരു വർഷം പൂർത്തിയാകുന്നു. കുട്ടികളിലൂടെ ദൈവത്തെ വായിച്ച അസാധാരണ മനുഷ്യനായിരുന്നു പാപ്പ. ഭൂമിയും കരുണയും കുരുന്നുകളും നെയ്തെടുത്ത ഒരു മിസ്റ്റിക് ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. പാപ്പായുടെ വൈറലായ വീഡിയോകളിൽ അധികവും കുട്ടികൾക്കൊപ്പമുള്ളതായിരുന്നു. 2015 അമേരിക്കൻ സന്ദർശനത്തിനിടയിൽ സുരക്ഷാവേലി മറികടന്ന് കൊച്ചു പെൺകുട്ടി പാപ്പയുടെയും വാഹനവ്യൂഹത്തിന്റെയും അടുത്തേക്ക് കുതിച്ചു. സുരക്ഷാഭടന്മാർ അവളെ തടഞ്ഞു. നിസ്സഹായിയായി തിരിച്ചു പോകാൻ തുടങ്ങുന്ന അവളെ ഫ്രാൻസിസ് പാപ്പ കണ്ടു. അവളെ വിളിച്ചു. സുരക്ഷാഭടന്മാർ അവളെ വാരിയെടുത്ത് മാർപ്പാപ്പയുടെ അടുത്തെത്തിച്ചു. പാപ്പ അവളെ ചുംബിച്ചു. ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് അമേരിക്കയിൽ അനധികൃതമായി കുടിയേറിയ കുടുംബത്തിലെ പെൺകുട്ടിയായിരുന്നു അവൾ. ഒരു കത്തും അവൾ മാർപ്പാപ്പയ്ക്ക് സമ്മാനിച്ചു. പാപ്പ ഒരു കൊച്ചുകുട്ടിയെ തലോടിക്കൊണ്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് നടത്തിയ പ്രസംഗം ഏറെ വൈറലായിരുന്നു. കാർലോസ് എന്ന കുട്ടി പാപ്പ പ്രസംഗിച്ചുകൊണ്ടിരുന്ന സ്റ്റേജിലേക്ക് ഓടിക്കയറി അദ്ദേഹത്തെ കെട്ടിപ്പിടിക്കുകയായിരുന്നു. പാപ്പ അവനെ തഴുകി തലോടി പ്രസംഗം തുടർന്നു. അവസാനം കാർലോസ് മാർപ്പാപ്പയുടെ കസേരയിൽ കയറി ഇരിപ്പുറപ്പിച്ചു. ലൈവായ പ്രസംഗം റിപ്പോർട്ട് ചെയ്ത ചാനൽ സ്റ്റുഡിയോകളിലെ അവതാരകർ ഇത് കണ്ട് അടക്കിച്ചിരിച്ചു. 2017 മറ്റൊരു കുട്ടി മാർപ്പാപ്പയുടെ സ്റ്റേജിൽ കയറി വന്നു. മാർപ്പാപ്പയുടെ തൊപ്പിയിലായിരുന്നു അവൻ നോട്ടമിട്ടത്. പാപ്പായുടെ വെളുത്ത പേപ്പൽ തൊപ്പിയിൽ അവൻ കയറി പിടിച്ചു. സ്നേഹത്തോടെ അവനെ ചേർത്ത് നിർത്തി. മാർപ്പാപ്പയുടെ അടുത്തുണ്ടായിരുന്ന കർദിനാൾ അവനെ അദ്ദേഹത്തിന്റെ കസേരയിൽ പിടിച്ചിരുത്തി. അവന്റെ നോട്ടം വെളുത്ത തൊപ്പി തന്നെയായിരുന്നു. പൗലോ ജൂനിയറിന് പേഴ്സണൽ സ്റ്റാഫ് ഒരു പേപ്പൽ ക്യാപ്പ് നൽകി. അവൻ അതും കരസ്ഥമാക്കി വേദി വിട്ടു. ഫിലാഡൽഫിയയിലെ പോപ്പിന്റെ സന്ദർശന വേളയിൽ ആൾക്കൂട്ടങ്ങൾക്കിടയിൽ വീൽചെയറിലിരിക്കുന്ന കുട്ടിയെ കണ്ട പാപ്പ വാഹനം നിർത്തിച്ച് വഴിയരികിലേക്ക് നടന്നു നീങ്ങുകയും അവനെ സ്നേഹത്തോട് ചുംബിക്കുകയും ചെയ്യുന്ന വീഡിയോയും ലക്ഷക്കണക്കിന് ആളുകളാണ് കണ്ടത്. വത്തിക്കാൻ ചത്തുരത്തിലെ പതിവ് സന്ദർശനങ്ങൾക്കിടെ സെറിബ്രൽ പാൾസി ബാധിച്ച കുട്ടിയെ ചുംബിക്കുന്ന വീഡിയോയും വൈറലായി. സ്നേഹം കൊണ്ട് ലോകത്തെ കീഴടക്കിയ ഫ്രാൻസിസ് പാപ്പയുടെ കാലത്ത് ജീവിക്കാൻ കഴിഞ്ഞു എന്നത് തന്നെ എത്രയോ വലിയ മഹാഭാഗ്യമാണ്.